സി.ഐ.ഡി മൂസയായിട്ടൊന്നും താരതമ്യപ്പെടുത്താനും പറ്റില്ല. അതിന്റെ ട്രോളും അതിന്റെ എയറ് കൊണ്ട് എനിക്കും കിട്ടുന്നുണ്ട്. ആലുവ കൾട്ട് ഓൾറെഡി വന്നു. അൽഫോൺസ് പ്രേമം ചെയ്ത് നേരം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓൾറെഡി വന്നു ആലുവ കൾട്ട്. എസ്റ്റാബ്ലിഷ്ഡ്. എസ്റ്റാബ്ലിഷ്ഡ് ആയി. ആ മാസ്റ്ററിന്റെ കൂടെ ഷറഫ് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വന്ന് നിന്നാണ് ആക്ഷൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ നമുക്കിപ്പോ ആ ഷറഫ് ആ ജമ്പ് ചെയ്ത് കിക്ക് ചെയ്യണ സാധനമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു. ഷറഫൊന്നും വേണ്ട, നമുക്ക് അത് തന്നെ പിടിക്കാമെന്ന് പറഞ്ഞ് പുള്ളി റോപ്പില്ലാണ്ടാണ് അത് കിക്കൊക്കെ ചെയ്തേക്കുന്നത്. അടുത്ത കുറെ ആക്ഷൻ മൂവീസ് വരും ഷറഫിന്റെ. കുട്ടേട്ടനിലേക്ക് ആക്ച്വലി ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കുട്ടേട്ടനായിരുന്നു. ഇത് രണ്ട് റേഞ്ചും ചെയ്യാൻ പറ്റുന്ന ആള്, ഇയാളാണ് വില്ലൻ എന്ന് തോന്നരുത് എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് വരാൻ വേറെ ഓപ്ഷൻ ഉണ്ടായില്ല. കേരളത്തിന് പുറത്ത് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു സൂപ്പർ സ്റ്റാർ വന്ന് അഭിനയിച്ചിട്ടുണ്ട്. അമേവോ അമേവോ ആക്ച്വലി ഞാൻ അതിനു മുമ്പാണ് അസുർ കണ്ടത്. അസുർ എന്ന് പറഞ്ഞ പടം. അസുർ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇപ്പൊ നമ്മൾ OTT-ലൊക്കെ ആണെങ്കിലും നമുക്കിപ്പോൾ അതർ സ്റ്റേറ്റിൽ നിന്നൊക്കെ നമ്മൾ പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആളുകൾ മെസ്സേജ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഹിന്ദിയിൽ നിന്നും തെലുങ്കിൽ നിന്നൊക്കെ നമുക്ക് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും അവര് നമ്മുടെ ഡബ് വെർഷൻ കണ്ടിട്ടുണ്ട്. മെക്സിക്കൻ നാർക്കോസ് അങ്ങനെയുള്ള ഒരു സീരീസുകളുടെ ഒരു പരിചയം ഇവിടെ ഉണ്ട്. വർഷമൊന്നും കഴിയണ്ട. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ട്രെൻഡായ സാധനം നമുക്ക് ഈ ആഴ്ച ഓർമ്മയില്ല. ഇപ്പൊ ഞാൻ പുതിയ ആളായതുകൊണ്ട് എല്ലാവരും എന്നെ കംഫർട്ട് ചെയ്യാം. എനിക്ക് അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. പിന്നെ നമ്മുടെ സെറ്റിൽ അങ്ങനത്തെ ഒരു വലിയൊരു ജൂനിയർ സീനിയർ പരിപാടിയും ഉണ്ടായില്ല. നമസ്കാരം, ദിസ് ഇസ് മീ ആതിര വിത്ത് മാഡിസൺ ഡിജിറ്റൽ. തിയേറ്റർ റിലീസിന് നല്ല റെസ്പോൺസൊക്കെ കിട്ടി. ഇപ്പോൾ OTT-യിലും നല്ല റിവ്യൂ വാങ്ങി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചിത്രം പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ സംവിധായകൻ പ്രനീഷ് വിജയനാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ്. നമസ്കാരം. നമസ്കാരം. ഇത്രയും മികച്ച റെസ്പോൺസ് ആദ്യത്തെ സിനിമയ്ക്ക് കിട്ടുമ്പോൾ എന്താ തോന്നുന്നത്? സന്തോഷം തോന്നുന്നുണ്ടല്ല. അത് നമുക്ക് എന്താ പറയാ, അങ്ങനെ കാരണം എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആണ്. പടം റീച്ചായി. നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്യാന്നതിനേക്കാളും കൂടുതൽ അത് ആൾക്കാരിലേക്ക് എത്തുക, അത് റീച്ച് ചെയ്യുക, ആൾക്കാർ കാണുക എന്നുള്ളതാണ് ആദ്യത്തേത്. എന്നിട്ട് പിന്നെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ആൾക്കാർ അത് എൻജോയ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സംവിധായകൻ എന്ന നിലയ്ക്ക് പ്രനീഷിൻ്റെ ഡെബ്യൂ സിനിമയാണ് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഷറഫുദ്ദീൻ പ്രൊഡക്ഷൻസ് ആണെങ്കിലും ഒരുപാട് സിനിമകളൊന്നും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അഭിനയത്തിലേക്കും പ്രൊഡക്ഷനിലേക്കും എത്തുന്ന രീതിയിലേക്കുള്ള റിസ്ക് എടുക്കാൻ നിങ്ങൾ രണ്ടുപേരും തീരുമാനിക്കുന്ന എപ്പോഴായിരുന്നു? ഇത് ആക്ച്വലി നമ്മൾ കൊറോണ സമയത്താണ് ഇതിൻ്റെ ഒരു ഡിസ്കഷനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഞാനും ഷറഫും കൂടി വേറൊരു മൂവി ചെയ്യാനുള്ള പ്ലാനിൽ നമ്മൾ നേരത്തെ ഒരു പ്രീ പ്രൊഡക്ഷൻ വർക്കൊക്കെ തുടങ്ങിയിരിക്കുന്ന സമയത്താണ് കൊറോണ വന്ന് ലോക്ക്ഡൗൺ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതൊരു വലിയ മൂവിയായിരുന്നു, കുറേ ക്രൗഡൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഷറഫ് ഇങ്ങനെ ഒരു ഐഡിയ പറയണത്. നമുക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ പിടിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞാൽ പഴയ ദാസൻ വിജയൻ അങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഡിക്റ്റേറ്റീവ് മൂഡ് പടം മലയാളത്തിൽ അങ്ങനെ വന്നിട്ടില്ല കുറേ നാളായിട്ട്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് നമ്മൾ പിടിച്ച് ഞാൻ എഴുതി തുടങ്ങി. അങ്ങനെ ഒരു ഡ്രാഫ്റ്റ് 2 ഡ്രാഫ്റ്റായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എഴുത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ജയവിഷ്ണുവിൻ്റെ കോ-റൈറ്റർ ഉണ്ട്, ജയവിഷ്ണു വന്നു. അങ്ങനെ നമുക്കൊരു പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ആക്ച്വലി നമുക്ക് ഇതിനൊരു വേറെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് അവർ ബാക്ക് ഓഫ് ചെയ്തപ്പോഴാണ്. അപ്പോൾ നമ്മുടെ വർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഗ്രോത്ത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷറഫ് പറഞ്ഞു, എന്നാൽ നമുക്ക് എടുക്കാം, നമുക്കെന്നാൽ വേറെ ആരെയും നോക്കണ്ട, അത്രയും ആ ഒരു സബ്ജക്റ്റിൽ നമുക്ക് രണ്ടുപേർക്കും കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ തുടങ്ങാമെന്ന് വെച്ച് തുടങ്ങിയതാണ്. പിന്നെ ഗോകുലം ഇതിലേക്ക് എൻ്ററായി. അപ്പോൾ അതുകൂടെ വലിയ പ്രൊജക്റ്റായി മാറി. പറക്കുന്നിളിക, വെട്ടം, കല്യാണരാമൻ ഇതുപോലുള്ള കൾട്ട് മൂവീസ് ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും സ്പേസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇതെല്ലാം നല്ല രീതിയിൽ യൂസ് ചെയ്ത് പോയേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് പെറ്റാണ് ഒരു വലിയൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾ പെറ്റ് എന്നുള്ളൊരു കോണ്ടന്റിലേക്ക് എത്തിയത്? അല്ല, നമ്മൾ ആക്ച്വലി ആദ്യമേ തന്നെ നമ്മൾ ഈ പടം എഴുതി തുടങ്ങിയപ്പോൾ തന്നെ പെറ്റ് വേണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. കാരണം ഇപ്പോൾ ഷറഫിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട്. പുള്ളിയുടെ ഒരു ഡോഗ് മിസ്സായി, റിയൽ ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ അത് മിസ്സായി കഴിഞ്ഞ് അതിന് വേണ്ടിയിട്ട് എല്ലാവരും പോസ്റ്റൊക്കെ ചെയ്തു, അതിനെ കിട്ടി. അപ്പോൾ ഈ ഒരു സംഭവമാണ് ആക്ച്വലി ഷറഫ് വന്ന് പറയണത് നമ്മുടെ അടുത്ത്. അപ്പോൾ നമ്മൾ ആലോചിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പെറ്റ് മിസ്സായി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേറെ ആരോടും പറയാനില്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാം എന്നല്ലാണ്ട് നമുക്ക് അങ്ങനെ ഒരു പെറ്റിനെ കണ്ടുപിടിക്കാൻ ആരുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ആളുണ്ടെങ്കിൽ നന്നാവുമല്ലോ എന്നുള്ള രീതിയിൽ നിന്നാണ് നമുക്ക് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഒരു പെറ്റ് വേണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് കഥ ഡെവലപ്പ് ആയത്. അപ്പോൾ എങ്ങനെയെങ്കിലും പെറ്റ് വന്നതല്ല, പെറ്റിൽ നിന്നുമാണ് കഥ അതെ, വരുന്നത്. പെറ്റിൽ നിന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ എഴുതുമ്പോൾ നമുക്ക് സാധാരണ ഞാനിപ്പോൾ ഇതിന് മുമ്പ് ഹാപ്പി വെഡിങ് എഴുതിയതും അല്ലെങ്കിൽ വേറെ സ്ക്രിപ്റ്റൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും ആദ്യം ഒരു കഥയോ ഒരു ഇൻസിഡൻറ്റോ സ്ട്രൈക്ക് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ നിന്ന്
ഒരു കഥയിൽ നിന്നായിരിക്കും ബാക്കി എല്ലാ സ്ക്രിപ്റ്റും ഉണ്ടാവുന്നത്. പക്ഷെ ഇത് പെറ്റെന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. ഈ മെക്സിക്കോ എങ്ങനെയാണ് വരുന്നത്? ചുമ്മാ ഒരു ബാക്ക് സ്റ്റോറിക്ക് വേണ്ടിയിട്ട് മെക്സിക്കോ വന്നതാണോ? അതോ അതിനൊരു റീസൺ ഉണ്ടോ അതുപോലെ? ഇല്ല, നമ്മളപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ഡോൺ വേണം എന്നുള്ളത് നമ്മൾ സ്റ്റോറി വന്നപ്പോൾ ഒരു ഇന്റർനാഷണൽ ഡോൺ ഉണ്ട് ഇതിൽ. കാരണം ഇതിൻ്റെ ഒരു സ്മഗ്ലിംഗ് ഇന്റർനാഷണൽ ആണ്. നമ്മൾ ഇതിൽ പറയുന്ന ഒരു മീൻ എന്ന് പറയുന്ന പ്ലാറ്റിനം അരോവാന ഇന്റർനാഷണൽ ആണ്. അപ്പോൾ അത് ഇന്റർനാഷണൽ ആവണമെങ്കിൽ ഇന്റർനാഷണൽ ഡോൺ വേണമല്ലോ. അപ്പോൾ ഇന്റർനാഷണൽ ഡോൺ വരുമ്പോൾ ഇന്റർനാഷണൽ ഡോണിന് അറിയാവുന്ന ഇവിടുത്തെ ഒരു മെക്സിക്കൻ നാർക്കോസ് അങ്ങനെയുള്ള ഒരു സീരീസുകളുടെ ഒരു പരിചയം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ. കാരണം ഇപ്പോൾ എന്താ പറയുക, ഒരു അമേരിക്കൻ ഡോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർക്ക് ഒരു അമേരിക്കൻ അധോലോകത്തെ പറ്റി വലിയ പരിചയമില്ല. പക്ഷേ ഒരു മെക്സിക്കൻ അധോലോകത്തെ പറ്റി ആൾക്കാർക്ക് ഒരു പരിചയമുണ്ട്. അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്ത് അതെന്തായാലും വർക്കാവുകയും ചെയ്തു. അത് വർക്കാവുകയും ചെയ്തു. സിനിമ തിയേറ്ററിൽ റിലീസായ സമയം മുതൽ ഇപ്പോൾ OTT വന്നപ്പോഴും CAD മൂസയായിട്ട് ഒരുപാട് താരതമ്യപ്പെടുത്തൽ വരുന്നുണ്ട്. അയ്യോ, CAD മൂസയായിട്ടൊന്നും താരതമ്യപ്പെടുത്താനും പറ്റില്ല. അതിൻ്റെ ട്രോളും അതിൻ്റെ എയർ കൊണ്ട് എനിക്കും കിട്ടുന്നുണ്ട്. കാരണം CAD മൂസ എന്നൊക്കെ പറയണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്രയും വെർബൽ കോമഡിയും അവരത്രയും അതിൻ്റെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും അതിൻ്റെ ടെക്നോളജി അവർ യൂസ് ചെയ്തേക്കണൊക്കെ എക്സ്ട്രാ ഓർഡിനറിയാണ്. നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ സ്ലാപ്സ്റ്റിക് കോമഡി അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ആക്ഷൻ കോമഡികൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ CAD മൂസ ഇപ്പോഴും ഐക്കോണിക് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. ആ തട്ട് അങ്ങനെ താഴ്ന്നു തന്നെ ഇരിക്കും. അതെ അതെ. അതിപ്പോൾ എല്ലാവരും പറയാറുണ്ട് ജോണി ആൻ്റണി ചേട്ടൻ വിചാരിച്ച പോലെ ഈ സിനിമകളൊക്കെ ഒരു റീക്രിയേഷൻ നടക്കുമെന്നുള്ളത് ഡൗട്ടാണ് എന്നുള്ളത് എല്ലാവരും പറയാറുണ്ട് ആ സിനിമയെ കുറിച്ച്. അപ്പോൾ അതുപോലൊരു സിനിമേനെ കമ്പയർ ചെയ്തിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്താണ് ഇത് ഗുണം ചെയ്ത് ദോഷം ചെയ്ത് എന്താണ് തോന്നുന്നത്? അല്ല, ഗുണം എപ്പോഴും എല്ലാം ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ മലയാളത്തിൽ ഓൾമോസ്റ്റ് ഒരു വർഷം ഇത്രയും 500 മുകളിൽ പടങ്ങൾ ഇറങ്ങുമ്പോൾ ഇപ്പം നമ്മുടെ ഒരു പടത്തിനെ പറ്റി ആൾക്കാർ കമ്പയർ ചെയ്തെങ്കിലും സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാം ഗുണമാണ്. കൊടൂര വില്ലന്മാരായിട്ട് സിനിമയിൽ വന്ന് ഞെട്ടിച്ചു പോകുന്ന ആളുകളൊക്കെ പിന്നെ ഹ്യൂമർ ചെയ്യുന്നൊരു ട്രെൻഡ് നമുക്കിപ്പോൾ ഉണ്ട്. രസമാണ് ഇവർ വന്ന് ഹ്യൂമർ ചെയ്യുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അത് ഇപ്പോൾ സിനിമയിൽ നോക്കിക്കഴിഞ്ഞാലും വിനായകനാണെങ്കിലും ശരി, വിജയരാഘവൻ സാറാണെങ്കിലും ശരി, കുറച്ച് കാലങ്ങളായിട്ട് വേറെ കൈൻഡ് ഓഫ് സിനിമകളുമായിട്ട് പോകുന്ന ആളുകളാണല്ലോ. അപ്പോൾ ഇവരെയൊക്കെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എക്സ്പെക്റ്റ് ചെയ്തത് ഇത് തന്നെയാണോ? ഒരു ചേഞ്ച് മിറാക്കിൾ സാധനം അവിടെ വർക്കാവട്ടെ എന്നുള്ളൊരു രീതിയിലായിരുന്നോ? അല്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളത് എഴുത്തിൻ്റെ സമയത്ത് തന്നെ നമ്മളത് ഡിസൈൻ ചെയ്യണതാണ്. കാരണം നമ്മുടെ അതിൽ അവസാനം മറ്റൊരു ബ്ലഡ് ഷെഡോ മറ്റേ കൊലപാതകമോ അങ്ങനത്തെ ഒരു ഭീകരമായ ഒരു ക്ലൈമാക്സ് അല്ല. നമ്മൾ ഈ പടം പോകുന്നത് ഒരു സ്ലാപ്സ്റ്റിക് കോമഡിയിലേക്കാണ്. അപ്പം നമ്മുടെ വില്ലന്മാർക്ക് ഒരു 2 ഷെയ്ഡ് കൊടുത്തില്ലെങ്കിൽ ഇപ്പം ഇത്രയും ക്രൂരന്മാരായ വില്ലന്മാർ ലാസ്റ്റ് വന്നിട്ട് മറ്റേ ഫൺ റൈഡിൽ കയറി കിടന്ന് കളിക്കുമ്പോൾ ആൾക്കാർക്ക് ആ ഒരു ഇത് കിട്ടില്ല. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു 2 ഷെയ്ഡ് കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഇയാൾ ഏതിലേക്കാണ് മാറണ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പടത്തിന് ഒരു കോമഡി ട്രാക്ക് എപ്പോഴും നമ്മൾ വെച്ചോണ്ടിരുന്നു. അങ്ങനെയാണ് പ്ലേസ് ആവണം. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു കൊടൂര വില്ലന്മാർ. ഇപ്പം ഇതിലിപ്പോൾ മെയിൻ വില്ലൻ ഇപ്പോൾ കുട്ടേട്ടനാണെങ്കിൽ അതിലിപ്പോൾ സാമ്പായി എന്ന് പറഞ്ഞ ആൾ പുള്ളി മെയിൻ ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ പുള്ളി അരി പിടിപ്പിക്കാനാണ് പോണത്. അപ്പോൾ പുള്ളിക്ക് നമുക്ക് വേണമെങ്കിൽ പുള്ളിക്കൊരു മറ്റേ എന്താ പറയുക, പുള്ളി ഒരു മറ്റേ മെർസിഡീസിലും അങ്ങനെ ഒരു ഹെവി വില്ലൻ ഇറങ്ങി പോകുന്ന പോലെ വേണമെങ്കിൽ ഇറക്കി വിടാം. പക്ഷെ നമ്മളത് മാറ്റി പുള്ളീനെ കൊണ്ട് അരി പിടിപ്പിക്കാൻ പോയിട്ട് 2 സൈക്കിളിനൊക്കെ ആൾക്കാർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്ലേ ഇതാണ്. അടുത്ത പ്ലേ അന്യായ സ്ലാപ്സ്റ്റിക്കാണ്. അപ്പോൾ അതിലേക്കൊരു ലീഡ് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ പ്ലാൻ ചെയ്തത്. ഇപ്പോൾ വിനായകൻ്റെ കാര്യം പറയുന്ന സമയത്ത് പേഴ്സണൽ ലൈഫിൽ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരാളാണല്ലോ. ആ ആളെ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ട്രോൾ പ്രൊമോഷൻ എങ്ങനെയായിരുന്നു ആ ഒരു ഐഡിയയിലേക്ക് എത്തിയത്? അല്ല, അത് ആക്ച്വലി വിനായകൻ ചേട്ടനും കൂടി പ്ലാൻ ചെയ്ത്. വിനായകൻ ചേട്ടൻ ആക്ച്വലി ഭയങ്കര കംഫർട്ടാണ് നമുക്ക് വർക്ക് ചെയ്യാൻ. നമ്മൾ വിനായകൻ ചേട്ടൻ വൺസ് ഇൻ ടു ദ ക്യാരക്ടറിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കോൺട്രിബ്യൂഷൻ തരും. നമ്മൾ പോലും വിചാരിക്കാത്ത ലെവലിലേക്ക് പുള്ളി ആ ക്യാരക്ടർ കൊണ്ടുപോകും. അങ്ങനെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പേഴ്സണലി എനിക്ക് ഇപ്പോൾ ഈ പടത്തിൽ അങ്ങനെ യാതൊരു പ്രോബ്ലമോ ഒന്നും ഉണ്ടായില്ല. നമ്മൾ ഭയങ്കര കോൺട്രിബ്യൂഷൻ ആയിരുന്നു.
ആസ് ആൻ ആക്ടർ വിനായകന് വേറെ ഒരു പെർസ്പെക്റ്റീവ് കൂടെ കാണുന്ന സമയത്ത് എന്താണ് വിനായകനെ കുറിച്ചിട്ട് കുറച്ചും കൂടി പറയാനുള്ളത്? ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ളത്, ഭയങ്കര അല്ലെങ്കിൽ ഭയങ്കര നമ്മളെക്കാളൊക്കെ വളരെ സീരിയസ് ആയിട്ട് സിനിമയെ കാണുന്ന, അല്ലെങ്കിൽ ഇൻ ഡെപ്ത് ഓഫ് ദ ക്യാരക്ടറിലേക്ക് പോകുന്ന ഒരു ആക്ടറാണ്. കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്, അതായത് വർക്ക് ചെയ്യുന്ന സമയത്ത്. ഫ്ലെക്സിബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല അല്ല. ഇപ്പൊ വിനായൻ ചേട്ടൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനായൻ ചേട്ടന് ഏത് റേഞ്ചിലേക്കും ആ ക്യാരക്ടറിനെ കൊണ്ടുപോകാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ നിൽക്കില്ല. ഇപ്പോൾ അടുത്ത ടോപ്പിൽ നിൽക്കുമ്പോഴും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് താഴേക്ക് എത്താൻ പറ്റും. അപ്പോൾ അത് കൺവിൻസിങ് ആണ്, ഓഡിയൻസിന് കൺവിൻസിങ് ആണ്. അങ്ങനെ ഓഡിയൻസിന് കൺവിൻസിങ് ആവുന്ന ലെവലിലേക്ക് പുള്ളിക്ക് അത് ചേഞ്ച് ചെയ്യാനും പറ്റും. അത് ഭയങ്കര പ്ലസ് പോയിന്റ് ആണ്. അത് പ്ലസ് പോയിന്റ് അല്ല, അത് എനിക്ക് തോന്നുന്നു വിനായൻ ചേട്ടൻ അത് ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ നിന്ന് പുള്ളിയുടെ ടാലൻറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു റേഞ്ചാണ്. അത് നമുക്കത് ഭയങ്കര ഈസി ആയിട്ട് നമ്മൾ തോന്നും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അത്രയും ഹെവി ബിഗ് ഗണ്ണൊക്കെ പിടിച്ച് നിൽക്കുമ്പോഴും പെട്ടെന്ന് അയ്യോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് മാറണത് നമുക്ക് കൺവിൻസ് ആവുന്നത് പുള്ളിയുടെ ടാലൻ്റാണ്. വിനയ് ഷർഫുദ്ദീൻ കോംബോ എല്ലാവരും ഇപ്പോൾ ഒത്തിരി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുമ്പ് നമ്മൾ സിനിമകൾ പറയുമ്പോൾ ജഗതി ലാലേട്ടൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കോംബോ ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഡിറ്റക്റ്റീവിൻ്റെ ഒരു ലൊക്കേഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇവരുടെ സ്പോട്ട് കോമഡികൾ ഒത്തിരി ഔട്ട് ഓഫ് സ്ക്രിപ്റ്റ് ഒത്തിരി വന്നിട്ടുണ്ടോ? അത് ഇവർ തമ്മിൽ ഒന്നാമത് ഇപ്പോൾ വിനയും ഷർഫും തമ്മിൽ കുറേ നാളത്തെ പരിചയമുണ്ട്. അവർ ഒരുമിച്ച് കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കും അറിയാം, വിനയനെ നേരത്തെ തുടങ്ങി അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ കയ്യിലുള്ള കുറേ സാധനങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കുറേ മാനറിസംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവർ തമ്മിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ക്രിപ്റ്റിനേക്കാളും കൂടുതൽ അവർ തമ്മിൽ കയ്യിൽ നിന്ന് ഇടുമ്പോൾ ചിലപ്പോൾ അതിന് കുറച്ചുകൂടി ഒരു നാച്ചുറൽ സാധനം തോന്നും. തമാശകൾ മിക്കവാറും അങ്ങനെയാണ് വർക്കാവുന്നതല്ലേ? ഹ്യൂമർ നമ്മൾ ലൊക്കേഷനിലൊരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ഷോട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഹ്യൂമർ വർക്കാവുന്ന പലപ്പോഴും സ്ക്രിപ്റ്റിലുള്ള ഡയലോഗിലൂടെ ആവണമെന്നില്ല. ആ രണ്ട് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആരാണോ ആ സമയത്ത് അവിടെ ഉള്ളത് അവർ തമ്മിൽ വർക്കാവുന്ന ഒരു വൈബിലൂടെയാണ് ഹ്യൂമർ വർക്കാവുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഡിപ്പെൻസ്. അത് നമുക്ക് ഓരോ സീൻ അനുസരിച്ചിട്ടിരിക്കും. ചിലപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പർട്ടിക്കുലർ സ്ക്രിപ്റ്റിലുള്ള സാധനമായിരിക്കും കൂടുതൽ വർക്കാവുന്നത്. ചിലപ്പോൾ ആർട്ടിസ്റ്റിന് വളരെ നാച്ചുറലായിട്ട് പറയുന്ന സംഭവങ്ങൾ നമുക്ക് വർക്കാവും. അത് സീനിൻ്റെ ഇപ്പോൾ രണ്ടുപേര് വെറുതെ മറ്റേ എന്താ പറയുക ഒരു കോഫി ഷോപ്പിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അവിടേക്കൊരു സീൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ആ സംസാരം ചിലപ്പോൾ അവർ തമ്മിൽ നാച്ചുറലായിട്ട് നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് ഇടുന്ന സംസാരമായിരിക്കും ചിലപ്പോൾ വർക്കാവുന്നത്. അതല്ല നമ്മൾ ഒരു സീനിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു കോമഡി ആണെങ്കിൽ ചിലപ്പോൾ നമ്മളത് സ്ക്രിപ്റ്റിലുള്ള പോലെ തന്നെ പോയി കഴിഞ്ഞാലായിരിക്കും വർക്കാവും. ഇനി വിജയരാഘവൻ സാറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ദേശീയ പുരസ്കാരമൊക്കെ നേടി കിഷ്കിന്ധാകാന്ഡം പോലുള്ള സിനിമകളൊക്കെ ചെയ്ത് കുറച്ച് കാലമായിട്ട് വേറെ റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പെട്ടെന്നൊരു ഹ്യൂമറുമായിട്ട് ആൾ വരുന്നു എന്നുള്ളത് നമുക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ആ ഒരു പഴയ റാംജി റാവു വൈബ് ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് വിജയരാഘവൻ സാറിലേക്ക് കാസ്റ്റിംഗ് വരുന്നത് എങ്ങനെയായിരുന്നു? കുട്ടേട്ടനിലേക്ക് ആക്ച്വലി ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കുട്ടേട്ടനായിരുന്നു. നമുക്ക് അങ്ങനെ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഇത് രണ്ട് റേഞ്ചും ചെയ്യാൻ പറ്റുന്ന ആള്, പിന്നെ നമുക്ക് ആദ്യം ഇയാളാണ് വില്ലൻ എന്ന് തോന്നരുത് എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് വരാൻ വേറെ ഓപ്ഷൻ ഉണ്ടായില്ല. അപ്പം ഇതിൻ്റെ കഥ പറയാൻ വേണ്ടി ഞാനും എൻ്റെ കോറൈറ്റർ ജയവിഷ്ണുവും കൂടിയും കുട്ടേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് കഥ പറഞ്ഞു. അപ്പോൾ കുട്ടേട്ടൻ്റെ അടുത്ത് ആക്ച്വലി ഇങ്ങനെ നമ്മൾ കഥ പറഞ്ഞ്, അപ്പോൾ കുട്ടേട്ടൻ വന്ന് ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ കഥയൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ കുട്ടേട്ടനാണിങ്ങനെ ദിൽരാജ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞ് കഥയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വലിയ ഒന്നും മുഖത്തൊന്നും ഇല്ല. നമുക്ക് കഥ അങ്ങനെ ശരി 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 എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കഥയൊക്കെ കേട്ട് ഒരു ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പറയണത് ഇപ്പോൾ ഈ ദിൽരാജാണ് സാമ്പായി എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടേട്ടൻ അത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുട്ടേട്ടൻ അപ്പം തന്നെ കുട്ടേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ ഊണൊക്കെ കഴിച്ചിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് ഫുഡൊക്കെ തന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു ഫുൾ ലെങ്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചേഞ്ചുള്ള അല്ലെങ്കിൽ ഫുൾ ഓൺ കോമഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ കുട്ടേട്ടന് ഭയങ്കര ഹാപ്പി മൂഡായിരുന്നു. ഷറഫിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ട് ഏറ്റവും അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ സിനിമയിലെ ഒരു കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരാൾ എന്നൊക്കെയുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് എന്താണ് ഷറഫിനെ കുറിച്ച് ഫീൽ ചെയ്യുന്നത്? ഷറഫ് എനിക്ക് പണ്ട് തുടങ്ങി അറിയാവുന്ന പറഞ്ഞാൽ സിനിമയിൽ വന്നതിന് മുമ്പേ അറിയാവുന്നതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സർക്കിളിൽ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു ആളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഭയങ്കര ഡ്രീംസ് ഉണ്ട്. ആ ഡ്രീംസിന് വേണ്ടി പണിയെടുക്കും. പ്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിലും ആക്ട് ചെയ്യാനാണെങ്കിലും അതിലെന്ത് ചെയ്യാനാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യും. അതിനെപ്പറ്റി നല്ലൊരു വിഷൻ ഉണ്ട്. പിന്നെ നല്ല ടാലൻ്റ് ഉണ്ട്.
ഐ മീൻ ഇപ്പോൾ നമുക്ക് അത് ടാലൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ എന്താ പറയുക അങ്ങനെ തേച്ച് മിനുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നിന്ന് പോയി ചോദിച്ച് മേടിച്ച് ഇങ്ങനെ ഒരു സാധനം ഇപ്പോൾ ഷർഫ് ഇതിൽ ആക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷർഫ് എനിക്ക് തോന്നുന്നത് ഇതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ആക്ഷൻ ചെയ്തേക്കുന്നത് വേറെ ബാക്കിയുള്ള മൂവീസിൽ. അപ്പോൾ ഷറഫ് അതിനുവേണ്ടി നല്ല പണിയെടുത്തു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മാസ്റ്ററിൻ്റെ കൂടെ ഷറഫ് പ്രാക്ടീസൊക്കെ ചെയ്ത് വന്ന് നിന്നാണ് ആക്ഷൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ആ ഷറഫ് ആ ജമ്പ് ചെയ്ത് കിക്ക് ചെയ്യണ സാധനമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു. ഇപ്പം മാസ്റ്ററും പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ കുഴപ്പമില്ല. അപ്പോൾ ഷറഫ് പറഞ്ഞു വേണ്ട നമുക്ക് അത് തന്നെ പിടിക്കാമെന്ന് പറഞ്ഞ് പുള്ളി റോപ്പില്ലാണ്ടാണ് അത് കിക്കൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കാരണം ഇതിലാണ് ഷർഫ് അങ്ങനെ ആക്ഷൻ ചെയ്ത് തുടങ്ങിയത്. പക്ഷേ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയും അടുത്ത കുറേ ആക്ഷൻ മൂവീസ് വരും ഷറഫിൻ്റെ. അങ്ങനെ നല്ല ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന ഒരു ആക്ടറും ഒരു ഫ്രണ്ടുമാണ്. നമ്മൾ സ്റ്റിക്കേഴ്സൊക്കെ ആയിട്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രോളുകളിലും മീംസിലൊക്കെ യൂസ് ചെയ്യുന്ന പല സിനിമകളും ഉണ്ട്. അതൊക്കെ ഇപ്പോഴും കുറച്ച് വർഷം മുമ്പ് സലീമേട്ടനും ഹരിശ്രീ അശോകൻ ചേട്ടനും ഹനീഫൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള കൾട്ട് സാധനങ്ങളാണ്. ഇപ്പം നമ്മളൊരു കുറച്ച് വർഷം പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കങ്ങനെ എടുത്തു പറയാൻ പാകത്തിന് പ്രത്യേകിച്ച് ഒന്നങ്ങനെ ഒരു ദശമൂലം വരെയൊക്കെ നമുക്ക് എടുത്ത് പറയാം. അല്ലെങ്കിൽ ഹരീഷ് ചേട്ടൻ്റെ ജാലിയൻ കണാരം വരെ പറയാൻ പറ്റും. ഈ തമാശകൾക്കും അല്ലെങ്കിൽ ഹ്യൂമറിനൊക്കെ ആയുസ് കുറഞ്ഞു പോകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു പണ്ടത്തെ പോലെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഹ്യൂമേഴ്സ് വരുന്നില്ല, ക്യാരക്ടേഴ്സ് വരുന്നില്ല എന്ന് ഫീൽ ഇല്ല 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 അത് ഞാനത് എവിടെയോ പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ മറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തമാശക്കല്ല നമുക്ക് ന്യൂസിന് തന്നെ ആയുസ് കുറഞ്ഞു. അല്ല സീരിയസ്ലി കുറഞ്ഞു. ഇപ്പം നമ്മളൊക്കെ എഴുതാനിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കുറച്ച് നാൾ മുമ്പ് പണ്ടെന്ന് പറയാം നമുക്ക് അത്ര അങ്ങനെ വലിയ ഏജും അല്ലെങ്കിൽ അങ്ങനെ എക്സ്പീരിയൻസും ആയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഇപ്പം നമുക്ക് ഈ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനം നമുക്കൊരു സീനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനിന് ഗുണമാണ്. പക്ഷെ എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയാൻ പറ്റില്ല. ശരിയാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന അല്ലെങ്കിൽ ആ ട്രെൻഡിങ്ങിലേക്ക് വരുന്ന പല ആളുകളെയും വെച്ചിട്ടൊക്കെയുള്ള തമാശകൾ ഇപ്പോൾ പല സിനിമകളിലും വർക്കാവുന്നുണ്ട്. ചിലപ്പോൾ കുറേ വർഷം കഴിഞ്ഞാൽ ഒരുപക്ഷെ ആളുകൾക്ക് ഇതിപ്പോൾ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നതെന്നുള്ളതൊന്നും കൂടി വർഷമൊന്നും കഴിയണ്ട. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ട്രെൻഡായ സാധനം നമുക്ക് ഈ ആഴ്ച ഓർമ്മയില്ല. മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ട്രെൻഡ് പോട്ടെ അതും പോട്ടെ കഴിഞ്ഞ മാസം വൈറലായ പാട്ട് നമുക്ക് ഈ മാസം ഓർമ്മയില്ല. അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വൈറലായ ഒരു സാധനമായിരുന്നു മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര. അതൊരു വല്ലാത്ത ഫീലാണ്. അപ്പം നമ്മളത് ഡബിൻ്റെ ഇടയ്ക്ക് എവിടെ ഇടാമെന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് ആർക്കും ഓർമ്മയില്ല. അപ്പം അത് ഇട്ടിരുന്നെങ്കിൽ എന്താന്ന് ചോദിച്ചാൽ ആൾക്കാർ. ശരിയാണ്. അപ്പം അത്രേ ഉള്ളൂ ആയുസ്. അപ്പം ആ ആയുസിൽ വെച്ചിട്ട് നമ്മൾ ഒരു സ്ക്രിപ്റ്റ് എഴുതി ആ സീൻ ആ ഒരു സാധനം വൈറലാക്കാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഈ സിനിമയ്ക്ക് പുറത്തേക്ക് വരുമ്പോൾ ഒരുപാട് വർഷമായിട്ടുള്ള ഒരു സുഹൃത്തും കൂടെയാണല്ലോ ഷറഫ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ആലുവ കഥകളൊക്കെ ഇങ്ങനെ പല സ്ഥലത്തും നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. എന്താണ് ഈ ആലുവ കഥ? ആലുവ കഥ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതെന്താ വെച്ചാൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും സ്കൂളിൽ ഒരേ ബാച്ചായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സ്കൂളല്ല പക്ഷെ എല്ലാവരും ഓൾമോസ്റ്റ് സെയിം ഏജ് ആണ്. അപ്പോൾ ഓരോരുത്തരും പല സ്കൂളിൽ പഠിച്ചു പക്ഷെ എല്ലാവരും ഒരേ ബാച്ചായിരുന്നു. അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഞാനപ്പോൾ എഞ്ചിനീയറിംഗ് ആയിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ തിരിച്ച് വന്നിട്ടാണ് പിന്നെ നമ്മൾ സിനിമ ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ ദൈവന്മാരെല്ലാവരും ഇത് തന്നെയാണ് പരിപാടി. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ സിജു അഭിനയിക്കാൻ നിൽക്കുന്നുണ്ട്, നിവിനുണ്ട്, മറ്റേ കിച്ചു ഉണ്ട്. അപ്പോൾ നമ്മുടെ മുകേഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്യാമറാമാൻ ഉണ്ട്, മറ്റേ ഉയരെയൊക്കെ ചെയ്തത്, ഞണ്ടുകളുടെ നാട്ടിലൊക്കെ ചെയ്തത്. അപ്പോൾ മുകേഷും ഞങ്ങളൊക്കെ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചത്. അപ്പോൾ അവനാണ് ആകെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ച് വന്നേക്കുന്നത്, അടയാറൊക്കെ പോയി. അപ്പോൾ അവിടെ ചെന്നൈയിൽ അൽഫോൺസ് ഉണ്ട്, ഇപ്പോൾ ഇതിൻ്റെ വിഷ്ണു ഉണ്ട് സൗണ്ട് ചെയ്ത്, രാജേഷ് ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഗ്യാങ്ങായി. അപ്പോൾ അവരവിടെ ഷോർട്ട് ഫിലിം ചെയ്യുന്നു, ഞാനിവിടെ ഷോർട്ട് ഫിലിം ചെയ്യുന്നു, ആൽബം ചെയ്യുന്നു, ഇവരൊക്കെ തന്നെ അഭിനയിക്കുന്നു. അപ്പം എല്ലാവരും വൈകുന്നേരം വന്നിട്ട് എങ്ങനെയെങ്കിലും സിനിമ ചെയ്യണം, പ്രൊജക്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന സംഭവത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഗ്യാങ്ങായി വന്നതാണ്. അപ്പം അങ്ങനെയാണ് ഷറഫും ഒക്കെ വരുന്നത്. ഷറഫിനൊക്കെ എനിക്ക് സിജു വഴിയാണ് പരിചയം വന്നത്. ഈ മട്ടാഞ്ചേരി മാഫിയ, തിരുവനന്തപുരം ഗ്യാങ് എന്നൊക്കെ പറയുന്ന പോലെ ആലുവയെന്നൊരു കൾട്ട് ടീം ഇങ്ങനെ വളർന്നു വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു ആലുവ കൾട്ട് ഉണ്ടാവുമോ? ആലുവ കൾട്ട് ഓൾറെഡി വന്നു. അൽഫോൺസ് പ്രേമം ചെയ്ത് നേരം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓൾറെഡി വന്നു ആലുവ കൾട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയി. അത് കഴിഞ്ഞിട്ട് അടുത്ത ഗ്യാങ് വരുന്നുണ്ട് ആലുവയിൽ നിന്ന്. ഇപ്പോൾ സജിൻ ഗോപു ഒക്കെ നമ്മൾ കഴിഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോഴാണ് നോക്കുമ്പോൾ സജിനൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് മറ്റേ ഇവിടെ മറ്റേ അവിടുത്തെ ചായക്കടയിലൊക്കെ വന്നിരിക്കാറുണ്ട്. അങ്ങനെ ഒരു ഇപ്പോൾ സനത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിരീഷ് ഷെഡിയുടെയൊക്കെ അസോസിയേറ്റ് ആയിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നത് അവിഹിതത്തിൻ്റെ എഡിറ്റർ എങ്ങാണ്ടായിരുന്നു. സനത്തൊക്കെ ആലുവെന്ന് തന്നെയാണ്. അങ്ങനെ
ഒരു ടീം അടുത്ത ടീമും ഇറങ്ങിയിട്ടുണ്ട്. തമ്മനത്തായിരുന്നു നമ്മുടെ അരുൺ ഡൊമിനിക്കും ലോഗയൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മളും നേരത്തെ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ എറണാകുളം വരുമ്പോൾ അവിടെ ഇരിക്കും. അപ്പോൾ മറ്റേ അവിടെ അരുൺ ഡൊമിനിക് ഉണ്ട്, മറ്റേ ഗിരീഷ് മറ്റേ ജിതിനുണ്ട്, ജിതിൻ പുത്തഞ്ചേരി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടീം അവിടെ ഉണ്ട്. അങ്ങനെ എല്ലായിടത്തും ഓരോരോ ടീമുണ്ട്. അപ്പോൾ അതിൽ ഒരാൾ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഓണായി കഴിയുമ്പോൾ എല്ലാവരും അതിൽ നിന്ന് ഇറങ്ങും. ഇനിയിപ്പോൾ എന്താ പരിപാടി? ഇനിയിപ്പോൾ പെറ്റ് ഡിറ്റക്റ്റീവ് OTT ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. വാട്ട് നെക്സ്റ്റ്? ഇനിയിപ്പോൾ ആക്ച്വലി 2 പ്രൊജക്റ്റ് ഇങ്ങനെ 2 കഥ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ 1-2 എഴുത്ത് വന്നിട്ടുണ്ട്. ബേസിക്കലി ഇപ്പോൾ ഞാൻ റൈറ്ററാണ്. അപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കാനും താല്പര്യമാണ്, ഇഷ്ടമാണ്. കാരണം നമുക്ക് കുറച്ചുകൂടി പ്രൊജക്റ്റുകളിൽ ഇൻവോൾവ് ആകാൻ പറ്റും. കുറച്ച് കഥകളുണ്ട്. അപ്പോൾ അങ്ങനെ 1-2 എഴുത്ത് പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ സ്വന്തം അടുത്ത ഡയറക്ഷൻ പരിപാടിയുടെ 2 കഥകളൊന്ന് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫൈനൽ ചെയ്തിട്ട് പരിപാടികളിലേക്ക് ഇറങ്ങണം. ഹ്യൂമർ തന്നെ പിടിച്ചു പോകാനാണോ പ്ലാൻ? അത്യാവശ്യം ഹ്യൂമർ തന്നെയാണ്. ഹ്യൂമർ ജോണേഴ്സ് ആണ് കുറച്ചും കൂടി ഇഷ്ടം? ഇഷ്ടത്തിൻ്റെ അല്ല, നമുക്ക് ഇപ്പോൾ കഥ പറയാൻ കുറച്ചുകൂടിയും ഈസി ഹ്യൂമറാണ്. നമ്മളവിടെ പറയുന്നതും നമുക്ക് പരിചയമുള്ളതും ആയ സംഭവങ്ങൾ കുറച്ചുകൂടി ഈസി ഹ്യൂമറാണ്. പിന്നെ നമ്മൾ മറ്റേതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വലിയ രീതിയിൽ നമ്മൾ ആലോചിക്കണം. പക്ഷെ അങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ജോണർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പടം, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടം എന്നുള്ള ലെവലിലേക്കാണ് പോണത്. ഈ സിനിമയുടെ ഒരു മൂഡ് ക്രിയേഷൻ വരുമ്പോൾ മ്യൂസിക്കിന് വലിയൊരു പാട്ട് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. എപ്പോഴത്തെ പോലെ രാജേഷ് ഇവിടെയും അതെ അതെ അതെ. പ്രത്യേകിച്ച് റെഫറൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നോ? രാജേഷിന് കുറച്ച് റെഫറൻസ് നമ്മളങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും രാജേഷിൻ്റെ കഥ കേൾക്കുമ്പോൾ രാജേഷിന് കുറച്ച് ഐഡിയാസ് തോന്നും. അപ്പോൾ നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു വൈബ് മനസ്സിലാവും. അപ്പോൾ ഞാൻ ബേസിക്കലി നമ്മളിപ്പോൾ ഏത് ടെക്നീഷ്യൻ്റെ അടുത്താണെങ്കിലും ഇപ്പോൾ അവരുടെ കയ്യിൽ നിന്നൊരു മാക്സിമം ഔട്ട് മേടിക്കുക. അപ്പോൾ എനിക്കൊരു താല്പര്യം, ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് അവരാദ്യം എന്ത് തരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വേറൊരു രീതിയിലായിരിക്കും അവർ തന്നത്. അപ്പോൾ നമ്മൾ അത്രയും പറഞ്ഞ് ഇന്ന സാധനം കറക്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാത്രമേ കിട്ടുള്ളൂ. ചിലപ്പോൾ നമുക്ക് സർപ്രൈസ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ അവർ തരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കിട്ടട്ടെ എന്നുള്ള മൂഡിലാണ് ശരിക്കും ഞാൻ എല്ലായിടത്തും നിൽക്കാറ്. രാജേഷും അങ്ങനെ തന്നെയായിരുന്നു. രാജേഷിൻ്റെതായ കുറേ ഇൻപുട്ടുകളും പരിപാടികളുമായിട്ട് നമുക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു ആക്ച്വലി സോങ്സ്. മൊത്തത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്യാതറിംഗ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ ലൊക്കേഷനും? ഉണ്ട്. കാരണം നമുക്ക് ഇപ്പോൾ ക്യാമറ ചെയ്തേക്കണ ആനന്ദാണ്. ആനന്ദ് നേരം പ്രേമം എല്ലാം തുടങ്ങി നമ്മുടെ കൂടെ ഉള്ളതാണ്. അപ്പോൾ പിന്നെ പണ്ട് തുടങ്ങി അറിയാവുന്ന ആളാണ്. ഇപ്പോൾ ആനന്ദിൻ്റെ ഫ്രണ്ടായിട്ടാണ് ഡിനോ വന്നത്. ഡിനോ ആണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തത്. ഡിനോ മെയ്ഡ് ഇൻ ഹെവനൊക്കെ ചെയ്ത ആളാണ് അവിടെ. അപ്പോൾ പക്ഷേ ഡിനോ വന്നിട്ട് ഡിനോ ആയിട്ട് നമ്മൾ ഭയങ്കര കമ്പനിയായി. പിന്നെ അഭിനവാണ് എഡിറ്റ് ചെയ്തേക്കണത്. അഭിനവ് ആനന്ദിൻ്റെ ഫ്രണ്ടാണ്. അവർ ഒരുമിച്ച് മറ്റേ ആനന്ദ് എന്ന് പറഞ്ഞ പടമൊക്കെ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും കണക്ഷൻ വഴിയാണ് വന്നേക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു സുഖം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്യുമ്പോൾ. കേരളത്തിന് പുറത്ത് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു സൂപ്പർ സ്റ്റാർ വന്ന് അഭിനയിച്ചിട്ടുണ്ട്. എന്താണ് ആക്ടറെ കുറിച്ചിട്ട് പറയാനുള്ളത്? അമേവോങ് ആക്ച്വലി ഞാൻ അതിനു മുമ്പാണ് അസുർ കണ്ടത്. അസുർ എന്ന് പറഞ്ഞ പടം. അസുർ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ഭയങ്കര രസമുള്ളതെന്ന് പറഞ്ഞാൽ അസുറിൽ അമേവോങ്ങാണ് അസുർ കൊണ്ടുപോണത്. ഒന്നും ചെയ്യാനുള്ള പുള്ളി, പക്ഷേ പുള്ളി വില്ലനാണ്. പുള്ളി ഇങ്ങനെ നിന്ന് കണ്ണും വെച്ചുകൊണ്ടാണ് പുള്ളി അഭിനയിക്കുന്നത്. അപ്പോൾ പുള്ളി വരുന്നു, പുള്ളീനെ കൊണ്ടുവരാം എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് ഇപ്പോൾ ഷറഫ് നമുക്ക് ഇങ്ങനെ അമേവോങ്ങിന്, കാരണം അമേവോങ്ങിൻ്റെ കാലാപ്പാനിയും ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പി. അപ്പോൾ പുള്ളി ഭാഷയാണെങ്കിൽ വന്നാണെങ്കിൽ പുള്ളി ഭയങ്കര സിമ്പിൾ. പുള്ളിക്ക് മലയാളം സിനിമ എന്ന് പറയുന്നത് പുള്ളി അത്രയും റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് മലയാളത്തിലൊരു സാധനം അഭിനയിക്കാം എന്ന് പറഞ്ഞാണ് പുള്ളി വന്നത്. പുള്ളി ഭയങ്കര ചില്ല്. പുള്ളി ഇത് കഴിഞ്ഞിട്ട് പുള്ളിയും പടം കണ്ട് പുള്ളിയും ഹാപ്പിയാണ്. കാരണം പുള്ളിക്ക് അവിടെ ഭയങ്കര റെക്കഗ്നൈസേഷൻ കിട്ടുന്നുണ്ട്. അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ ഇനിയും വളരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. നമ്മളുടെ ഇൻഡസ്ട്രിയുടെ റേഞ്ച് മാറുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ലൈക്ക് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നത് ഇറ്റ്സ് ബെസ്റ്റ് എന്ന് ആഗ്രഹിച്ച് വരുന്ന ഒരു ട്രെൻഡിലേക്ക് കാര്യങ്ങൾ എത്തുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്. മലയാള സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് റേഞ്ച് മാറുന്നുണ്ട്. കാരണം നമുക്കിത് ഇങ്ങനെ പറയാൻ ഞാൻ പറഞ്ഞില്ല, എനിക്കിങ്ങനെ മലയാളം, ഞാൻ ഇൻഡസ്ട്രിയുടെ അകത്ത് കയറിയോ പുറത്ത് കയറിയോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിൽ പടം ചെയ്യുന്നു, പടം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എത്തുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ OTT-യിലൊക്കെ ആണെങ്കിലും നമുക്കിപ്പോൾ അതർ സ്റ്റേറ്റിൽ നിന്നൊക്കെ നമ്മൾ പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആളുകൾ മെസ്സേജ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഹിന്ദിയിൽ നിന്നും തെലുങ്കിൽ നിന്നൊക്കെ നമുക്ക് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അവർ നമ്മുടെ ഡബ് വെർഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ കാണുന്നുണ്ടെങ്കിൽ അവർ സെർച്ച് ചെയ്യുന്നുണ്ടല്ലോ.
ഈ കാസ്റ്റിംഗ്സ് ആയിട്ട് എടുത്ത് നോക്കുമ്പോൾ തന്നെ ചില്ലറക്കാരെല്ലാവരും ഒരു സ്ട്രെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? അങ്ങനെ സ്ട്രെസ് വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്തില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ പുതിയ ആളായതുകൊണ്ട് എല്ലാവരും എന്നെ കംഫർട്ട് ചെയ്യാം. എനിക്ക് അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മുടെ സെറ്റിൽ അങ്ങനത്തെ ഒരു വലിയൊരു ജൂനിയർ സീനിയർ പരിപാടിയും ഉണ്ടായില്ല. കാരണം പ്രൊഡക്ഷൻ ആണെങ്കിലും ഷറഫാണ് എല്ലാവരും ഭയങ്കര ഓപ്പൺ ആയിരുന്നു. ഇങ്ങനെയാണ് പരിപാടിയെങ്കിൽ ഇങ്ങനെയാണ് പരിപാടി. അതിലങ്ങനെ വലിയൊരു എന്താ പറയുക, നമുക്കൊരു സിനിമയുടേതായ രീതിയിലുള്ള ഒരു മറ്റേ സംസാരമോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അത് കാരണം എല്ലാവരും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഒരു കംഫർട്ട് ആവുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വലിയ സ്ട്രെസ് ഉണ്ടായില്ല. പൊതുവേ ഷറഫുദ്ദീൻ പ്രൊഡക്ഷനെ കുറിച്ചിട്ട് എല്ലാവരും പറയുന്നത് തന്നെയാണ്, അതെ ഭയങ്കര അതെ അതെ, കൂൾ ആംബിയൻസ് ആയിരിക്കും കൂൾ എന്നുള്ളത്. ആംബിയൻസ് തന്നെയായിരുന്നു. ഷറഫ് ആസ് എ ഫ്രണ്ട്, ആസ് എ പ്രൊഡ്യൂസർ, ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിലെല്ലാം ഷറഫിന്റെ ഒരു പല വേർഷൻ കണ്ടല്ലേ. അതെ 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 അതെ. മികച്ച തിരക്കഥകളും നല്ല സിനിമകളുമായി പ്രണീഷ് വിജയൻ തുടരട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.